ചിലപ്പോൾ ചില ആളുകൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് BP ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളിലായാലും BP പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, BPന്റെ ഫ്ലക്ച്വേഷൻ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്സ് ആണ്. നമ്മൾ പ്രോട്ടീൻ എത്രത്തോളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ക്രിയാറ്റിന്റെ അളവ് കൂടുന്നതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്തതായി പറയാൻ പോകുന്നത് വെള്ളത്തിന്റെ അളവാണ്. വെള്ളം ഒരു പരിധിയിൽ കൂടുതൽ കുടിക്കാണ്ടിരിക്കുക. എസ്പെഷ്യലി കിഡ്നി പേഷ്യൻസുകളിൽ ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടാവും ലിക്വിഡ്സ് ഇത്ര മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ അത് പെർട്ടിക്കുലർലി ആ എത്ര ലിറ്റർ പറഞ്ഞോ അത്ര മാത്രം കുടിക്കുക എന്നുള്ളതാണ് അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡയറ്റിൽ ഉണ്ടാകുന്ന റുട്ടീൻ, ഒരു പെർട്ടിക്കുലർ ഡയറ്റ് റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് മെയിനായിട്ടും ലെസ് സാൾട്ട്, ലെസ് പൊട്ടാഷ്യം, ലെസ് പ്രോട്ടീൻ, ഇത് ഈ 3 പോയിന്റ്സ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള പൊട്ടാഷ്യം ഇൻടേക്സ് ആണ്. നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിളിലും ഹൈ ലെവൽസ് പൊട്ടാഷ്യം ഉണ്ട്. അത് നമ്മളിപ്പോൾ അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് നമുക്ക് അടുത്തതായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ലീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന പച്ചക്കറികൾ തലേദിവസം തന്നെ സ്കിന്നെല്ലാം എടുത്തിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആ വെള്ളം റിമൂവ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത മെത്തേഡ്. ഇതിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. ഈ ലെവലിലൂടെ നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൊട്ടാഷ്യത്തിന്റെ അളവ് റെസ്ട്രിക്ട് ചെയ്യാനും ഇതുമൂലം കിഡ്നിയുടെ പ്രവർത്തനം നമുക്ക് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്തെടുക്കാനും പറ്റും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം മെറ്റാബോളിക് വേസ്റ്റ് ആണ്, അതിൽ മസിൽ വേസ്റ്റ് ആണ് ക്രിയാറ്റിൻ എന്നുള്ളത്. അപ്പോൾ ക്രിയാറ്റിനിന്റെ ആ അളവിനെ നമ്മൾ പ്രോപ്പർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് മസിൽ സ്ട്രെയിൻ കൊടുക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള യോഗ അല്ലെങ്കിൽ വാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി റൊട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. പിന്നെ നമുക്കറിയാം ഇപ്പം എല്ലാവരും ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെയാണ്, ബോഡി വെയിറ്റ്, ബോഡി മാസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. സോ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ എല്ലാവരും ഇൻടേക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരം പറഞ്ഞിട്ട് വേണം ക്രിയാറ്റിൻ പോലത്തെ സപ്ലിമെന്റ്സ് എടുക്കാൻ എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. സോ ഇങ്ങനെ ഈ രീതികളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്രിയാറ്റിൻ ഫ്ലക്ച്വേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. താങ്ക് യു.